അപ്പൊ ദുബായിൽ ഇങ്ങനെ ലാൻഡ് ചെയ്ത് ദുബായിൽ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ദുബായിൽ ഇറങ്ങുമ്പോഴൊരു സെലിബ്രിറ്റി ആയിട്ടാണല്ലോ ഇറങ്ങണത്. അപ്പൊ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കില്ലേ? എന്റെ കൂടെ അന്ന് ശ്വേത ചേച്ചി ഉണ്ടായിരുന്നു. ശ്വേത ചേച്ചിയും കൂടെ ആയിരുന്നു ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളൊരു പരിപാടി. ശ്വേത ഉണ്ടെങ്കിൽ അത്ര ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം വേണ്ട. കാരണം പുള്ളിക്കാരത്തി ഒന്നത് കൂളാക്കി എടുക്കും. ടെൻഷൻ പറയുന്നില്ല അല്ലേ? പക്ഷെ അല്ല, ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക്, ചേച്ചി കുറെ തവണ ദുബായി പോയിട്ടുള്ളതുകൊണ്ട് ചേച്ചിക്ക് അറിയാം. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളപ്പോ നമുക്ക് ധൈര്യം ഉണ്ടാവുമല്ലോ. അവിടെ ചെന്നിറങ്ങി. അപ്പൊ ഞാനിങ്ങനെ ചേച്ചി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ ചേച്ചി അവിടെ സൈഡിലിരുന്ന് എന്തൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് എന്തൊക്കെ വെച്ചോണ്ടിരിക്കും. ഞാൻ ഇറങ്ങിയപ്പോ തൊട്ട് ചേച്ചി എടുത്ത് ഇങ്ങനെ ചോദിച്ചോ, ചേച്ചി എന്താണ് ഇമിഗ്രേഷൻ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ചേച്ചി ഇങ്ങനെ കൂളായിട്ട് ഇന്റർവ്യൂ ഉണ്ടോ, എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുക അറിയില്ലോ, എനിക്കറിയില്ല. കാരണം ഒന്നാമത് അവിടെ ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അറബ്സിനെ ഞാൻ അതിനു മുമ്പ് കണ്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അവര് എങ്ങനെയായിരിക്കും പെരുമാറ്റം ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവര് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുക, അങ്ങനെ അവര് ദേഷ്യം ഇല്ലെങ്കിലും ഒരു ലൗഡായിട്ടാണ് അവരുടെ നേച്ചർ. അപ്പൊ അതൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഫ്ലൂവിൽ ഇമിഗ്രേഷൻ എന്നിപ്പോഴും മനസ്സിലായത് വളരെ സിമ്പിൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ട്